ഹലോ. എന്തെല്ലാ എന്തല്ല ഞാൻ എന്തെല്ലാന്ന് ചോദിക്കണേ എന്തെല്ലാന്ന്. എന്നാ നീ ചോദിക്ക എന്തെല്ലാന്ന്. എന്നാ ഇന്നലെ ഉമ്മാവേ എത്തീനാ? ഉമ്മ 4 മണിയാകുമ്പോ എത്തി. ഓഹ്, അതാണ് എനിക്ക് ഒരു 3 മണിയാകുമ്പോഴേക്ക് എന്നെ എങ്ങനെയെങ്കിലും ഓടിക്കാൻ തോന്നിയല്ലേ. ഏ അത് നിനക്കല്ലേനോ? അല്ല, എനക്ക് മാത്രല്ല. നിനക്ക് അല്ല, നിനക്ക് വീട്ടിൽ വരാൻ ചെറിയൊരു പേടിയും ഇതെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ പകല് ഞാൻ ഇപ്പം വന്നിനാടെ. ഇല്ല എന്നാലും പകല് അല്ല. വിളിച്ചിട്ട് എന്റെ വീടിന്റെ അക ഇന്ന് കണ്ടത് തന്നെ ഇന്നലെയാണ്. അല്ല, ഇന്നലത്തെ ഇത് കണ്ടപ്പോ എനക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ച് നീ ഇത് രാത്രിയാറ്റം വിളിക്കുന്നോ. രാത്രി വിളിക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മയുണ്ടാവല്ലോ പിന്നല്ലേ, പിന്നെ മോനും ഉണ്ടാവുമല്ലോ. നീ പിന്നെ ഞാനിവിടെ ഇല്ലാതെ വേറെ എവിടെയെങ്കിലും പോക്കുണ്ടേനോ? വേറെ എവിടെ പോവേ? അല്ല, എവിടെയെങ്കിലും അനക്ക് പകരം. എനിക്ക് പകരം അയ്യേ എന്തെങ്കിലും കിട്ടണ്ടേ? എങ്ങനെ? അല്ല, ഇന്നലെ പിക്കപ്പ് തീരെ ഇല്ല. ഇന്നലെ പിക്കപ്പ് തീരെ ഇല്ലേ? ആരാ പറഞ്ഞേ? അല്ല, വിളിച്ചലെല്ലാം കുറവായോണ്ട് എനിക്കങ്ങനെ തോന്നി. വലിച്ചില് കുറവായിരുന്നു. നന്ന കുറവാണ്. എന്നിട്ട് നീ നല്ല ഇതില് ഇഷ്ടപ്പെട്ട് നിൽക്കുന്നല്ലോ. പിന്നെ നിന്നോടെന്നാ പറയണ്ടേ? അതാണ് ചോദിച്ചത്. ഞാൻ വേറെ എവിടെയും പോക്കണ്ടോന്ന് തന്നെയാ ചോദിച്ചു. അല്ല, പണ്ടത്തെ പോലത്തെ ഒരു വലിച്ചെടി ഇല്ല. അങ്ങനൊന്നും അല്ലല്ലോ. ഞാൻ അങ്ങനെയല്ല. ഞാൻ കിട്ടിയ നമുക്ക് പകൽ ഇത്രയും നല്ലതിൽ കിട്ടിയല്ലേ. എന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ലല്ലോ. പിന്നെ ഉള്ളിൻ്റെ ഉള്ളില് ചെറിയൊരു, കാരണം പകലായതുകൊണ്ട് അല്ല, നിന്റെ വീടായതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പേടി. എനിക്ക് തോന്നി എന്തോ ഒരു കുറവ്. രാത്രിയല്ലേ നിന്റെ വീട്ടിൽ വരുത്ത്, പകലത്തെ എന്തോ. ഇനി ഒരു തവണയും കൂടി വന്നാൽ ചിലപ്പോ ശരിയാവും. പകൽ വന്നാല് ഇനി വേണ്ട വീട്ടില്. ഞാന് പറയുന്നതൊക്കെ വന്നോളൂ. അതെന്താ അങ്ങനെ മോശമായിപ്പോയിന്? അത്രക്ക് മോശം. എനിക്ക് എന്റെ ഷോപ്പിലാണ് ഇഷ്ടം. അതെന്താ, നിന്റെ കാര്യം നടന്നിട്ടില്ലേ? ഇല്ല, നിന്റെ കാര്യം നടന്നല്ലേ? ഇല്ല, നിന്റെ കാര്യം അല്ല, മറ്റേ നീ എന്റെ കാര്യമെല്ലാം നടത്തിയിട്ടേ പോകല്ലോ. പിന്നെ നിനക്കാണെങ്കിൽ തിരക്കുമല്ലേനോ? 3 മണി എന്ന് പറഞ്ഞിട്ട്. അത്ര സമയം ഉണ്ടേനു. പക്ഷെ എന്തോ അത് എനിക്ക് വന്ന് എനിക്ക് ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. അല്ല, നമുക്ക് ടെൻഷൻ ഉണ്ടായാലും നമ്മുടെ കാര്യം നടക്കുമല്ലോ. നിങ്ങൾക്ക് അതിന് വേഗമാണല്ലേ? പക്ഷേ എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത്. നിന്റെ മുഖവും ഇതൊക്കെ കണ്ടതിന് ശേഷം എല്ലാം കഴിഞ്ഞ പോലെ തന്നെയാണല്ലോ. നമ്മക്ക് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കൂലേ? എന്നിട്ടാ വേർത്ത് കുളിച്ചിട്ടാണ്ട് അതെല്ലാം ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം പോലെ അതന്നെയാ പറഞ്ഞേ. ഉള്ളിലുള്ള വെള്ളം ചൂടായി വന്ന് അത് കുറച്ച് സ്റ്റാർട്ടാകാനെല്ലാം പണിയുണ്ട് കേട്ടാ. അല്ല, അതെല്ലാം ഉണ്ട്, അതെല്ലാം ഓക്കെ തന്നെ. പക്ഷേങ്കില് ഇന്നലെ അങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞേല് എനിക്ക് നീ കളവ് പറയേണ്ട കാര്യമില്ല. അതെന്നാലും പറയാ. നീ എന്നെ ആക്കുന്നൊന്നുമല്ലല്ലോ. ആക്കുന്നൊന്നുമില്ല, തീരെയില്ല, കുറവാ. എന്നെ ടെൻഷൻ ആക്കിയല്ലോ. നമുക്ക് ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് രാത്രി വന്നാലോ? ഇന്നലത്തെ ഡബിൾ ആക്കാം. രാത്രി വണ്ടി സ്പീഡിൽ ഓടുവാ? നമുക്ക് നോക്കാം. അത് വേണ്ടെന്നായിരുന്നു തോന്നി. അതെന്താ, രാത്രി വന്നാലേ നല്ലേ? ശരിയാവോ? ശരിയാകണെന്താ?
നീ പറഞ്ഞാല് ഇതിനു മുമ്പെല്ലാം രാത്രിയല്ലേ വരുത്ത് വീട്ടില്. രാത്രിയാവുമ്പോ സൗണ്ട് സൗണ്ട് എന്ത് സൗണ്ട്? നീ അധികം സൗണ്ട് ആക്കാണ്ടിരുന്നാ പോരെ. അല്ല, ചെറിയ സൗണ്ടെല്ലാം ഉണ്ടാവില്ലേ? ചെറിയ സൗണ്ട് എന്ത് സൗണ്ട്? അതറിയില്ലേ? അതല്ല ചെറിയ സൗണ്ട് അല്ലേ. തീരെ സൗണ്ട് ഇല്ലാണ്ട് ഇതിപ്പോ പിന്നെ സൈലൻസർ ആണ്ട പിറ്റേറ്റ് വരേണ്ടി വരും. അതെ, ഉമ്മയല്ലേ. അതൊന്നും ഇതിനു മുമ്പെല്ലാം ഉമ്മ കേട്ടിട്ടില്ലല്ലോ. എന്നാലും രാത്രി വരണ്ടാട്ടാ. രാത്രിയാകുമ്പോ എനിക്കും നല്ല ഒരു മൂടുണ്ടാവും, എനിക്കും നല്ല മൂടുണ്ടാവും. നമുക്ക് നല്ല നല്ല കഥകളും പറയാൻ പറ്റും. നല്ല നല്ല പകല് സൗകര്യമില്ല. പകല് സൗകര്യത്തിന്റെ അല്ല. എനിക്ക് ഒരിക്കൽ വരുമ്പോഴേക്ക് പകലോട് ഇത്ര വലിയ ഇൻട്രസ്റ്റ് വന്നേ. രാത്രി റിസ്ക് എടുത്ത് വരണ്ടേ? അല്ല, ഇനി ഞാൻ വീട്ടിൽ തന്നെ ഈ പകല് വീട്ടിൽ തന്നെ വരണ്ടേ? പകല് വീട്ടിൽ എന്റെ ഉമ്മ എല്ലാ ദിവസവും അടിയില്ലാണ്ട് നിൽക്കുവാ. ഇല്ല, വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞേ. ഷോപ്പിലോ അല്ലെ വേറെ എവിടെയെങ്കിലും. പണ്ട് നമ്മള് പോകുന്നില്ലേ, കാറിലൊന്നും പോക്കില്ലേ? കാറിൽ പോവാൻ ഞാൻ റെഡിയാണ്. പിന്നെ ഷോപ്പില് എല്ലാ സിമ്പിളിനോട് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് കാർ എടുത്തിട്ട് ദൂരെ എവിടെയെങ്കിലും പോവാം. നീയല്ലേ പറഞ്ഞ പുറത്ത് പോകാൻ പറ്റില്ല പറഞ്ഞോണ്ടല്ലേ ഞാൻ പിന്നെ ഈ വക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഉമ്മ ഇല്ലാത്ത ദിവസാണേ എന്ന് പോകാൻ പറ്റൂ. ഉമ്മയില്ല വീട്ടിലുള്ളവരെ എനിക്ക് പറഞ്ഞൂടെ? കുറച്ച് ദിവസം അങ്ങനെ പോട്ടി. ഉമ്മയില്ലാതപ്പോ വന്നാല് പിന്നെ സാരമില്ല. നീ മുമ്പ് നിന്റെ ഫ്രണ്ടിന്റെ അടുത്തെല്ലാം പോക്കില്ല, അങ്ങനെ പോകാണ്ടെല്ലാം മറ്റെല്ലാം പറഞ്ഞിട്ടൊന്ന് ഇറങ്ങിക്കൂടെ പുറത്തേക്ക്? അങ്ങനെയല്ലട, ഇപ്പൊ സംശയത്തിന്റെ ഇതിലല്ലോ ഞാനുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാണ്. പണ്ട് അങ്ങനെ ഇല്ലല്ലോ. എനിക്കതല്ല, ഇന്നലെ നിനക്ക് തീരെ ശരിയായിട്ടില്ല എന്ന് പറയുന്നതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്. തീരെ ശരിയായിട്ടില്ല. അതെ, അതെന്തുള്ളതല്ലേ. എനിക്ക് ഗൾഫെല്ലാം പോയിട്ട് വന്നതിന് ശേഷം പവറെല്ലാം കൂടിയാ? എനിക്ക് പവർ കുറഞ്ഞോന്നാ സംശയം. എനിക്ക് പവർ കുറഞ്ഞിട്ടില്ല. അത് ചിലപ്പോ നീ വന്നിട്ട് നമ്മൾ ഒരു തവണയല്ലേ കണ്ടിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇത് പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങനെ ചെയ്താകുമ്പോഴാണ് നല്ല തിളക്കം വരുവാന്ന്. പഴയ കിണ്ണെല്ലാം ഇങ്ങനെ തുടച്ച് വരുമ്പോ തിളക്കം കൂടുന്ന് പറയുന്നില്ല. അത് നമുക്ക് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉഷാറായി വരും. എനിക്ക് തിളക്കൊന്നും കൂടിയിട്ടില്ലല്ലോ. 2 ദിവസം ആയിട്ടുള്ളൂ. അല്ല, 3 ദിവസം ഷഡ് കയറ്റിയിട്ട് അല്ലേ? അതുകൊണ്ടാണ് ശരിയായി വരും. നീ സമാധാനിക്കും, നീ എന്നെ ബേജാറാക്കല്ലാന്ന്. നീ പന്നിയാ ബേജാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത്? അല്ല, പണ്ടത്തെ പോലത്തെ ഒരു ഇല്ലാതുകൊണ്ട് അതെല്ലാം ഞാൻ ഉഷാറാക്കി തരും. അതിനെ പറ്റി നീ പേടിക്കണ്ട. പണ്ടത്തെ ഡബിൾ ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തെഴുത്തും പൂത്തൊക്കെ നിക്കണ്ട. അപ്പൊ നീ പുറത്ത് വന്നാലേ നമുക്ക് കൂടുതൽ ഇങ്ങനെ പുഷ്പിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഞാൻ വിചാരിച്ചു നീ നല്ലൊരു അഭിപ്രായം പറയാനാന്ന് വിളിച്ചേ ഉണ്ടാവുക. അഭിപ്രായം പറയണ്ടേ? ഇത്ര മോശമാക്കി കളയെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കളിയെല്ലാം മഹാമോശം. പിന്നെ നിനക്ക് എന്നേരെ പറഞ്ഞൂടെ? പിന്നെ ഒന്നാമത്തെ ഞാൻ പറഞ്ഞില്ലേ, നിന്റെ തിരക്കാന്ന്. കാരണം ഉമ്മ വരുവോ എന്നുള്ള തിരക്ക്. കളി കഴിഞ്ഞു കിട്ടണ്ടേ? അതൊക്കെ സമയം എടുക്കൂലല്ലോ. കളി തുടങ്ങിയത് എന്നാ നീ പറയണ്ടേ കഴിഞ്ഞിട്ടേനു. പിന്നെ സമയം പോകുന്നോണ്ട് ഞാൻ വിചാരിച്ച് നമ്മൾ വേഗം കളിച്ചങ്ങ് ജയിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇന്നത്തത് നന്നാക്കുക, അത്രയല്ലേ. ഇനി നോക്കാം, നമുക്ക് കാറും എടുത്തിട്ട് ദൂരോട്ട് എവിടെയെങ്കിലും പോകാം. ഒരു രാവിലെ വന്നാല് ഒരു പറഞ്ഞ പോലെ 3:30-4 മണിയാകുമ്പോ എത്തിച്ചാ പോരെ? അത് മതി. അത് ഉമ്മ എവിടേക്കും പോകുമ്പോന്നേ
ഞാൻ ആദ്യം പറഞ്ഞ പോലെ നീ ഉമ്മേനെ എടുക്കും പറഞ്ഞേക്കുന്നത് എടി പോവാ ഏഴ് പോലെ ഉമ്മേനെയും കൂടെ കൂട്ടിക്കോ. എന്തിനാ കളി കാണാന്? ഉമ്മ നമുക്ക് എവിടെയെങ്കിലും ഇറക്കിയിട്ട് എവിടെയെങ്കിലും ഒരു സാധനം മേടിക്കാൻ വിട്ടാ പോരെ. കണ്ടപ്പോഴാ ഉമ്മ സാധനം മേടിക്കാൻ രാവിലെ തൊട്ട് വൈകുന്നേരം പണിയൊന്നുമില്ല ഷോപ്പില്. ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കലായിരിക്കും അല്ലേ? നടക്കുന്നൊന്നുമില്ല, ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിന്നിട്ടോ. രാവിലെ അധികം ആളൊന്നുണ്ടാവില്ല, എനിക്കറിയില്ലേ. എന്നാ പിന്നെ അനക്ക് പണിയുണ്ട് കേട്ടാ. എനിക്കെന്ത് പണി? അനക്കിടെ വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. പിന്നെ നീ വീട്ടില് ജോലി ചെയ്തിട്ടാടിയിരിക്കുന്നു. അല്ല ഉമ്മയല്ലേ ചെയ്യുന്നുണ്ടാവുക? ആ ഉമ്മേനെ സഹായിക്കണ്ടേ? എന്ത് സഹായിക്കേ? പിന്നെന്താണ്ട് എനിക്ക് സഹായത്തിന് 2 പിള്ളേരില്ലാടാ. ശരി, എനക്ക് സഹായത്തിന് നീ തന്നെ കണ്ടി. എന്നാ ശരി.